ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മണി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ദൈവാനുഗ്രഹം നമുക്ക് നമ്മുടെ ഗാലക്സി S25 അൾട്രയും അതേപോലെ വിവോ X200 പ്രോയും കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ ഇത് തമ്മിലൊരു ക്വിക്ക് ആയിട്ടുള്ളൊരു കമ്പാരിസൺ ആണ് ചെയ്യാൻ പോകുന്നത് ആൻഡ് കുറച്ചൊരു ബേസിക് ആയിട്ടുള്ളൊരു റിവ്യൂ കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് ഗോൺ ബി എ ബിറ്റ് ലെങ്തി. സോ ഇത് നമ്മുടെ ടൈറ്റാനിയം സിൽവർ ബ്ലൂ കളർ ആയിട്ടുള്ള ഗാലക്സി S25 അൾട്രയും ഇത് നമ്മുടെ X200 പ്രോയുടെ കോസ്മോസ് ബ്ലാക്ക് എന്നുള്ള കളറാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ ഒബ്വിയസ്ലി നമ്മുടെ ഗാലക്സി S25 അൾട്ര ടൈറ്റാനിയം ഗ്രേഡ് 5 ആയിട്ടുള്ളൊരു ഫ്രെയിമാണ് വരുന്നത് വേഴ്സസ് നമുക്ക് നമ്മുടെ ഇവിടെ ഒരു അലുമിനിയം അലോയ് ഫ്രെയിമാണ് വരുന്നത്. സോ ദാറ്റ്സ് എ ക്ലിയർ വിൻ. S25 അൾട്രയുടെ ഈ റിയർ ഗ്ലാസ് കോണിംഗ് ഗ്ലാസ് വിക്ടസ് 2ൻ്റെ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ ഈ ഫ്രണ്ട് ഗ്ലാസ് ഉണ്ടല്ലോ അത് നമുക്ക് കോണിംഗ് ഗ്ലാസ് ആർമർ 2ൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് വിത്ത് ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ഉള്ളൊരു ഡിസ്പ്ലേ ആണ്. സോ ദാറ്റ്സ് റിയലി നൈസ്. വേഴ്സസ് നമ്മുടെ വിവോ ഒരു പ്രൊട്ടക്ഷൻ ആയിരുന്നു സ്പെഷ്യൽ മെൻഷൻ പോലും ചെയ്തിട്ടില്ല. മേ ബി എ പാർട്ട് ഓഫ് കോസ്റ്റ് കട്ടിങ് ആയിരിക്കാം. ആൻഡ് നെക്സ്റ്റ് ഒബ്വിയസ്ലി നമ്മുടെ ഒരു സ്റ്റൈലസിൻ്റെ അഡ്വാൻറ്റേജ് അങ്ങനത്തെ ബേസിക് കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് സ്കിപ്പ് ചെയ്തതാണ്. സ്റ്റൈലസിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട് വേഴ്സസ് X200 പ്രോയ്ക്ക് അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഇല്ല. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ വെയിറ്റ് ആൻഡ് സ്ലിം നോക്കുവാണെങ്കിൽ വെയിറ്റ് അപ്രോക്സിമേറ്റ്ലി നമ്മുടെ 218 ഗ്രാംസ് ആണ്. പ്രീവിയസ്ലി നമ്മുടെ ഗാലക്സി S24 അൾട്ര എന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗാലക്സി S25 അൾട്ര. ആൻഡ് ഇതിൻ്റെ ഈ ഒരു വേരിയൻറ്റ് ദാറ്റ് മീൻസ് 223 ഗ്രാംസ് ആണ് ഈ കോസ്മോസ് ബ്ലാക്ക് എന്നുള്ള വേരിയൻറ്റ്. ഇനി ടൈറ്റാനിയം സിൽവർ ഗ്രേ ആണെങ്കിൽ 228 ആവും വെയിറ്റ്. സ്റ്റിൽ ലൈറ്റ് വെയിറ്റ് നമ്മുടെ ഗാലക്സി S25 അൾട്ര ആണ്. നെക്സ്റ്റ് തിക്നെസ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഗാലക്സി S25 അൾട്ര 8.2 mm സെയിം തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ കോസ്മോസ് ബ്ലാക്ക് 8.2 mm ആണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ടൈറ്റാനിയം ഗ്രേ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ അത് 8.5 mm തിക്നെസ് ആണ് വരുന്നത്. സോ ഐ വുഡ് സേ ദാറ്റ്സ് എ വിൻ ഫോർ ദ ഗാലക്സി S25 അൾട്ര ഇൻ ടേംസ് ഓഫ് ദ ബിൽഡ് ആൻഡ് ഡിസൈൻ. നമ്മുടെ ഡിസ്പ്ലേ സാംസങ് ഗാലക്സി S25 അൾട്ര 6.9 ഇഞ്ചസ്, എഫക്റ്റീവ്ലി ഞാൻ 7.1 ഇഞ്ചസ് എന്ന് പറയും ബിക്കോസ് അത്രയും മിനിമലൈസ്ഡ് ആയിട്ടുള്ള ചിന്നാണ്. സോ ഇമ്മേഴ്സീവ് വ്യൂയിങ് എക്സ്പീരിയൻസ് ആണ്. വേഴ്സസ് നമ്മുടെ വിവോ X200 Pro 6.78 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ യു ക്യാൻ സീ സൈഡ് ബൈ സൈഡ് ബോത്ത് ഓഫ് ദം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇതിൻ്റെ ഡിസ്പ്ലേ റെസൊല്യൂഷനും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ ജസ്റ്റ് ഗോ ടു സെറ്റിംഗ്സ്, ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്, സെറ്റിംഗ്സ്, ഡിസ്പ്ലേ. സോ ഡിസ്പ്ലേ റെസൊല്യൂഷൻ നല്ല ഡിഫറൻസ് ഉണ്ട് രണ്ടുപേർക്കും. സോ FHD പ്ലസ് 2340 into 1080. ഓക്കെ, 2400 into 1080 ഇതാണ് എഫക്റ്റീവ്ലി ഇതിൻ്റെ FHD പ്ലസ് റെസൊല്യൂഷൻ. വേഴ്സസ് QHD പ്ലസ് സപ്പോർട്ടഡ് ആണ് നമുക്ക് നമ്മുടെ S25 അൾട്ര. ദാറ്റ് മീൻസ് 3120 into 1440 വേഴ്സസ് നമുക്ക് ഇവിടെയുള്ളത് ജസ്റ്റ് 2800 into 1260 വിച്ച് ഈസ് റെസൊല്യൂഷനിൽ നല്ല ഡിഫറൻസ് ഉണ്ട് നമ്മുടെ ഗാലക്സി S25. ദാറ്റ്സ് എ ക്ലിയർ വിന്നർ ഇൻ ടേംസ് ഓഫ് ദ റെസൊല്യൂഷൻ. ആൻഡ് ഇനി നമുക്ക് ക്വിക്കായിട്ട് ഡിസ്പ്ലേയിലെ മോഡ്സ് കുറിച്ച് നോക്കാം. സ്ക്രീൻ കളേഴ്സ് സ്റ്റാൻഡേർഡ് ഉണ്ട്, പ്രൊഫഷണൽ ഉണ്ട്, ബ്രൈറ്റ് ഉണ്ട്. ആക്ച്വലി ഈ ഒരു ഏരിയയാണ് കൺഫ്യൂസ്ഡ് ആണ് ബിക്കോസ് നമ്മളൊരു വീഡിയോ കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഏത് മോഡ് ഇട്ടിട്ട് കമ്പയർ ചെയ്യണം. ബിക്കോസ് ഇതിൻ്റെ ഇപ്പോൾ സ്ക്രീൻ മോഡ് വിവിഡും നാച്ചുറൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ഈവൻ കമ്പാരിസൺ ഉണ്ടാവില്ല. സോ ഡയറക്റ്റായിട്ട് വിവിഡ് ആണ് S25 അൾട്രയിൽ ടോപ്പിൻ്റെ നിൽക്കാൻ പറ്റിയ സാധനം. ആൻഡ് ഇതിനകത്ത് ഏറ്റവും സാച്ചുറേറ്റഡ് ഔട്ട്പുട്ട് വന്നത് ബ്രൈറ്റ് ആണ്. സോ നമ്മൾ ഇത് രണ്ടും ഇട്ടിട്ടായിരിക്കും കമ്പയർ ചെയ്യുന്നത്. സോ ഡു ലെറ്റ് മീ നോ യുവർ തോട്ട്സ്. ഏത് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഇത് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുക. ബ്രൈറ്റ് വേഴ്സസ് വിവിഡ് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുക. ആൻഡ് ഇവിടെ നമുക്ക് എക്സ്ട്രാ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് രണ്ടുപേർക്കും പോസിബിളാണ്. ഞാൻ അതിട്ട് ഇപ്പോൾ പോകുന്നില്ല കറൻ്റ്ലി. ഓക്കെ, സോ അതാണ് നമ്മുടെ സ്ക്രീൻ കളേഴ്സിനുള്ള ഓപ്ഷൻസ്. ആൻഡ് ദെൻ നമ്മുടെ വിഷ്വൽ എൻഹാൻസ്മെൻറ്റ് ഓപ്ഷൻ ദാറ്റ് മീൻസ് ഒപ്റ്റിമൈസ് ദ കളേഴ്സ് ആൻഡ് കോൺട്രാസ്റ്റ് ഓഫ് സം പിക്ചേഴ്സ് ഫോർ മോർ വിവിഡ് ഡിസ്പ്ലേ എഫക്ട്സ്. സോ അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് നമുക്ക് നമ്മുടെ വിവോ X200 Proയിൽ അവൈലബിൾ ആണ്. പക്ഷേ S25 അൾട്രയിൽ ഹിഡൻ ഫീച്ചറാണ് പ്രോ സ്കെയിലർ. ദാറ്റ് മീൻസ് അവർ പറഞ്ഞിരിക്കുന്നത് എപ്പോൾ ഒക്കെ QHD പ്ലസ് റെസൊല്യൂഷൻ എനേബിൾ ചെയ്യുന്നു അപ്പോൾ ഒക്കെ ഓട്ടോമാറ്റിക്കലായിട്ട് ഇമേജ് സ്കെയിൽ ചെയ്ത് കുറച്ചും കൂടെ റെസൊല്യൂഷൻ കൂട്ടി കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യുന്ന ഒരു ഫീച്ചർ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്ത് എൻഹാൻസ് ചെയ്യുന്നു. സോ അത് ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ ഞാൻ ഓൾറെഡി QHD പ്ലസ് സെറ്റ് ചെയ്ത കാരണം അതും ഇപ്പോൾ ടേൺഡ് ഓൺ ആണ്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ നോർമൽ സ്ക്രീൻ റെസൊല്യൂഷനാണ്. സോ രണ്ടിൻ്റെയും സ്ക്രീൻ റിഫ്രഷ് റേറ്റ് രണ്ട് നമുക്കിത് സ്മാർട്ട് സ്വിച്ച് 1 to 120 Hz. പക്ഷേ ഞാൻ ശ്രദ്ധിച്ച കാര്യം ഞാനിതിൻ്റെ ഒന്ന് റിഫ്രഷ് റേറ്റ് ഒന്ന് ഓണാക്കാം. S25 അൾട്ര നിങ്ങൾ നോക്കിയാൽ അറിയാം സ്ക്രോൾ ചെയ്യുമ്പോൾ 120 തന്നെ സ്റ്റേബിളായിട്ട് നിൽക്കേണ്ടതുണ്ടോ? സ്ക്രോൾ നിർത്തി നേരെ 0 ആണ്, ലിറ്ററലി 1 പോലും അല്ല. ഇവിടെ നമുക്ക് 1ലാണ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ X200 Pro കാണിച്ചിട്ട് ഈ മൊമെൻറ്റിൽ തന്നെ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഇടയ്ക്ക് 60 പോകേണ്ടത് 120 നേരെ 60 പോവാണ് ഇടയ്ക്ക്. ഇനി ഞാൻ സെറ്റിങ്സ് കാണിച്ചു തരാം. ഉണ്ടോ സെറ്റിങ്സ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പോലും ഇടയ്ക്ക് 90 പോകുന്നുണ്ട്. ആൻഡ് ഐ ക്യാൻ സി സ്ക്രോൾ ലൈവായിട്ട് സ്ക്രോൾ ചെയ്യുന്നുണ്ട് 40 90 കണ്ട് അങ്ങനെ സ്വിച്ചിങ് വരുന്നുണ്ട്. വേഴ്സസ് നോക്കി ഉണ്ടോ സ്ക്രീൻ കൈ ഉള്ളപ്പോൾ തന്നെ 120 ഇതാണ്. ആൻഡ് ഇവിടെ S24 അൾട്രയിൽ
ഇടയ്ക്ക് 24 ഒക്കെ ഏറ്റവും കുറവ്. ഐഡിയൽ ആയിട്ട് നിൽക്കുന്ന 24 നിൽക്കണം വേഴ്സസ്. സോ അവിടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഇതേ കണ്ടോ, 24 നിൽക്കുന്ന സാധനം ശരിക്കും 0 വന്ന് നിൽക്കുന്നുണ്ട്. ഓക്കെ, വിച്ച് ഈസ് റിയലി നൈസ്. ഓക്കെ, സോ കണ്ടോ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതും, പക്ഷേ ഇതും സ്റ്റേബിൾ ആണ്, 120 തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതാണ് കണ്ടോ 90 120 90 120 ഇടയ്ക്ക് 30 ഒക്കെ പോകുന്നുണ്ട്, ഭയങ്കരമായിട്ട് പോകുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ ജസ്റ്റ് ഡിസ്പ്ലേക്കകത്ത് കയറിയിട്ട് ഇത് ഓട്ടോമാറ്റിക് ഇട്ടുകൊണ്ടായിരിക്കും ഇതിൻ്റെ സ്മാർട്ട് സ്വിച്ച് ആണ്, അത് ഞാൻ ഇങ്ങോട്ട് ഹൈ ഇട്ടു, അപ്പോൾ പ്രശ്നം സോൾവ് ആകുമായിരിക്കും എന്ന് ഓർത്തു. പക്ഷേ സ്റ്റിൽ യു ക്യാൻ സി ഇപ്പോഴും സ്വിച്ച് ചെയ്യുന്നുണ്ട്. 120 സ്റ്റേബിളായിട്ട് ഇട്ടിട്ട് പോലും ഈ സെയിം ഇഷ്യൂ ഉണ്ട് നമ്മുടെ വിവോ X200 Proയിൽ. സോ ഇച്ചിരി ഡെപ്തിൽ ഞാൻ പറഞ്ഞുള്ളൂ, ജസ്റ്റ് വേണമെങ്കിൽ സ്കിപ്പ് ഇഗ്നോർ ചെയ്യാം. ആൻഡ് യു ക്യാൻ സി ഇവിടെ S24 Ultra'ക്കകത്ത് കണ്ടോ 120 നിൽക്കുന്നുണ്ട്, നിന്ന് കഴിഞ്ഞാൽ 24 വേഴ്സസ് ഇവിടെ 120 നിർത്തി കഴിഞ്ഞാൽ 0. വാവ്, സോ ദാറ്റ്സ് റിയലി നൈസ്. ആൻഡ് നെക്സ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേ മോഡ്സ്, ദറ്റ് മീൻസ് കംഫർട്ട് മോഡ്സ് ആണ്. ഐ പ്രൊട്ടക്ഷൻ അവിടെ ഒരു കാര്യം, ഒരു രക്ഷയില്ല, നമ്മുടെ X200 Pro മിനിച്ചിട്ടുണ്ട്. ബിക്കോസ് ഇതിനകത്ത് നമ്മുടെ ഐ കംഫർട്ട് ഷീൽഡിനകത്ത് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഞാൻ ജസ്റ്റ് ടേൺ ഓൺ ചെയ്യാം. സോ ഒന്ന് അഡാപ്റ്റീവ്, കസ്റ്റം, നമുക്ക് കളർ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റും, പിന്നെ എൻഹാൻസ്ഡ് കംഫർട്ടിൻ്റെ ഓപ്ഷൻസ്. പക്ഷേ ഇതിനകത്ത് PWM ഡിമ്മിങ് ഇല്ല. വേഴ്സസ് നമ്മുടെ ഐ പ്രൊട്ടക്ഷനകത്ത് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് സ്മാർട്ട് ഐ പ്രൊട്ടക്ഷൻ മോഡുണ്ട്, പിന്നെ അത് ഓഫ് ആക്കി കഴിഞ്ഞാൽ നോർമൽ ഐ പ്രൊട്ടക്ഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് ഈ സെയിം സംഭവം തന്നെ ഇതിനകത്ത് അവൈലബിൾ ആണ്. ആൻഡ് എലോങ് വിത്ത് ദാറ്റ് ആൻറ്റി ഫെറ്റി ബ്രൈറ്റ്നസ്, ഫുൾ PWM ഡിമ്മിങ്, ഇതിൻ്റെ എല്ലാ ഓപ്ഷൻസും നമ്മുടെ വിവോ X200 Proയിലുണ്ട്, വിച്ച് ഈസ് എ റിയലി നൈസ് തിങ്. അവിടെ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് ഡെഫിനറ്റ് ആയിട്ട് ഫീൽ ചെയ്തു നമ്മുടെ X200 Proയ്ക്കകത്ത്. പിന്നെ 2 പേർക്കും നമ്മുടെ നോർമലായിട്ടുള്ള ഡാർക്ക് മോഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ നമ്മുടെ വിവോ X200 Pro, നമ്മുടെ ഗാലക്സി S25 Ultra. എനിവേസ് യു ഗൈസ് ഹാവ് ടു ജഡ്ജ്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസപ്പ് കാണിച്ചാൽ രണ്ടിൻ്റെ. സോ ആൻഡ് ഇനി റെസൊല്യൂഷൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ഗാലക്സി S25 Ultra ആണ് കൂടുതൽ. അതേപോലെ PPIയുടെ കാര്യത്തിലും S25 Ultra ആണ് മുന്നിൽ. 498 PPI വരുന്നുണ്ട് ഗാലക്സി S25 Ultra'യിൽ, 452 PPI വരുന്നുള്ളൂ നമ്മുടെ വിവോ X200 Proയ്ക്കകത്ത്. ഓക്കെ, സോ ആൻഡ് 92.5 സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നുണ്ട് ഗാലക്സി S25 Ultra. ചിന്നുണ്ടല്ലോ ഭയങ്കര മിനിമലൈസ്ഡ് ആയിട്ട് കാരണമാണ്. സോ 92.5 വേഴ്സസ് നമുക്ക് അപ്രോക്സിമേറ്റ്ലി 90.3 ആണ് നമ്മുടെ വിവോ X200 Proയുടെ വരുന്നത്. ആൻഡ് ഇറ്റ്സ് അപ് ടു യു വിച്ച് ഇസ് കളേഴ്സൊക്കെ രണ്ടിനും ഇപ്പോൾ ഒരു പോയിന്റ് എത്തിയിട്ടുണ്ട്. ഡിസ്പ്ലേയിൽ ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല എന്നുള്ള രീതിയിലൊരു പോയിന്റ് എത്തിയിട്ടുണ്ട്. സോ വെരി വെരി മൈനർ ഡിഫറൻസസ് ഒക്കെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഈ സാച്ചുറേഷൻ്റെ കാര്യത്തിൽ, ബ്രൈറ്റ്നസിൻ്റെ കാര്യത്തിൽ ഒക്കെയാണ് മൈനർ മറ്റേ വ്യത്യാസങ്ങൾ. ആൻഡ് ഇഫ് ഐ ഒബ്സർവ് ക്ലോസ്, ഓക്കെ, ഈ സിനാരിയോ ഓൾമോസ്റ്റ് സെയിം ടു സെയിം ആണ്. ആൻഡ് ഒബ്വിയസ്ലി സാച്ചുറേഷൻ്റെ കാര്യത്തിൽ മീൻസ് ഈ കളേഴ്സ് കുറച്ചും കൂടെ എന്താണ് പറയുന്നത്, ഒരു പഞ്ചി ആയിട്ട് തോന്നുന്നത് നമ്മുടെ യു ക്യാൻ സി വിവോ X200 Pro ആണ്. ഇച്ചിരി ഒരു ഡാർക്ക്നെസ് ആയിട്ട് തോന്നുന്നത്. ബാക്കി അപ്പാർട്ട് ഫ്രം ദാറ്റ് ക്വാളിറ്റിയുടെ കാര്യത്തിലും എല്ലാത്തിൻ്റെ കാര്യത്തിലും ഓൾമോസ്റ്റ് വിവോ X200 Pro ആയിക്കോട്ടെ S25 Ultra ആയിക്കോട്ടെ സെയിം ടു സെയിം ആണ്. സോ വൈബ്രൻസി ഒരു ക്വാളിറ്റിയുടെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ബട്ട് സ്റ്റിൽ ചിലർക്ക് കളേഴ്സൊക്കെ നല്ല സാച്ചുറേഷൻ കത്തണ കളേഴ്സൊക്കെ ഇഷ്ടമുള്ളവർക്കാണ് ഒബ്വിയസ്ലി വിവോ X200 Proയുടെ കളേഴ്സൊക്കെ ആയിരിക്കും കുറച്ചും കൂടെ ഇഷ്ടമാവുക. 25 Ultra ആ ഒരു പെർഫെക്റ്റ് ബാലൻസ് ചെയ്തിട്ടാണ് വരുന്നത്. സോ ഇറ്റ്സ് അപ് ടു യു വിച്ച് വൺ ഈസ് ബെസ്റ്റ്. ഇനി നമുക്ക് രണ്ടിൻ്റെയും ക്വിക്കായിട്ട് ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഓഡിയോയുടെ സെറ്റിങ്സ് ഒന്ന് നോക്കാം, ജസ്റ്റ് സൗണ്ട് ആൻഡ് വൈബ്രേഷൻ. സോ നമ്മുടെ ബേസിക് സോർട്ട് ഓഫ് സെറ്റിങ്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ് ദെൻ ഡെപ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ടച്ച് ആൻഡ് വൈബ്രേഷൻ്റെ നമുക്ക് മീഡിയം ഉണ്ട്, ലോ ഉണ്ട്, ഹൈ ഉണ്ട്. ഹാപ്റ്റിക് ഫീഡ്ബാക്ക് അത്യാവശ്യം നൈസാണ് കേട്ടോ. ലോ ഒക്കെ അത്യാവശ്യം പ്രീമിയാണ്. ഹൈ ഇടുവാണ് നല്ല കിടുക്കായിട്ട് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് കിട്ടും. ഇനി നമ്മുടെ സൗണ്ട് ക്വാളിറ്റി ആൻഡ് എഫക്ട്സ്, അത് ഫസ്റ്റത്തെ ഓഡിയോ സൂപ്പർ റെസൊല്യൂഷൻ ഫീച്ചർ ഉണ്ട്. സോ ഞാൻ ജസ്റ്റ് ടേൺ ഓൺ ചെയ്യാം. ആൻഡ് ദെൻ നമുക്ക് നമ്മുടെ സൂപ്പർ ഓഡിയോ, ദാറ്റ് മീൻസ് ഒരു ഡോൾബി അറ്റ്മോസ് സ്കൂട്ടർ സംഭവമാണ്. അതിനകത്ത് സ്മാർട്ട് മൂവീസ്, ഗെയിംസ്, മ്യൂസിക് ഉണ്ട്. നമ്മുടെ മ്യൂസിക്കിനകത്ത് ഇടാം. ഓക്കെ, സോ ആൻഡ് ദെൻ നമുക്കത് ലിസണിങ് എക്സ്പീരിയൻസ്, കസ്റ്റമൈസേഷൻ, ഓഡിയോ റീഡാറ്റ് അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. ഇനി നമ്മൾ ഗാലക്സി S25 Ultra നോക്കാം. സൗണ്ട് ആൻഡ് വൈബ്രേഷൻ ആൻഡ് ബേസിക് സോർട്ട് ഓഫ് സെറ്റിംഗ്സ്, വൈബ്രേഷൻ ഇൻറ്റൻസിറ്റി ഓപ്ഷൻസ്, ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഒബ്വിയസ്ലി ഇത് ബെസ്റ്റ് ആണ് ഉണ്ടാകാം. ആൻഡ് സൗണ്ട് ക്വാളിറ്റി ആൻഡ് എഫക്ട്സിനകത്ത് നമുക്ക് നമ്മുടെ ഡോൾബി അറ്റ്മോസ് ഉണ്ട്, അത് ഞാൻ മാറ്റി മ്യൂസിക് ഇടുവാണ് മറ്റേനകത്ത് ഇട്ട പോലെ. ആൻഡ് ബൂസ്റ്റ് ഡയലോഗ് അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പാർട്ട് ഫ്രം ദാറ്റ്. ആൻഡ് ലൗഡ്നെസ് നോർമലൈസേഷൻ, ഓക്കെ, ആൻഡ് ഈക്വലൈസറിൻ്റെ ഓപ്ഷൻസ്. ഓക്കെ, സോ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, S25 Ultra കുറച്ചും കൂടെ റിച്ച് ആണ് ഓപ്ഷൻസിൻ്റെ കാര്യത്തിൽ. സോ സ്റ്റാർട്ടിങ് ഓഫ് ഫ്രം ദ X200 Pro. സോ ഞാൻ വോയിസ് ക്ലിയർ ആക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് അപ്പ് ആക്കാം. ഓക്കെ, ആൻഡ് 3 2 1 go. Down the street with your red lips and funky beat, you better hold your head up to the sky. I'm gonna roll with you till the day I die.
that was the Vivo X200 Pro. Next നമ്മുടെ Galaxy S25 Ultra. Down the street with your red lips and funky beat, you better take your head up to the sky. I'm with you till the day I die. Swing those hips around. X200 Pro once again. Swing those hips around. Can't stop, roll that down, ladies. Short, tall, thin or wide. Oh, S25 Ultra. S25 Ultra. can't stop, roll that down, ladies. Short, tall, thin or wide. Always down, ready to ride. സോ ഈ സിനാരി എനിക്ക് തോന്നുന്നു ഒബ്വിയസ്ലി X200 Pro ആയിരുന്നു കുറച്ചും കൂടി എന്താണ് വോളിയത്തിൻ്റെ കാര്യത്തിലും കുറച്ചൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഫീൽ ചെയ്ത്. പക്ഷേ ഈ ഒരു എക്സ്ട്രാ കുറേ എലമെൻറ്റ്സ് ഇതിനകത്ത് മിസ്സായി പോകുന്ന കുറേ എലമെൻറ്റ്സ് ഇവിടെ കിട്ടിയ പോലെ തോന്നുന്നു. മീൻസ് ആ ഒരു റിച്ച് ഇൻ ഓഡിയോ ക്വാളിറ്റിയുടെ എഫക്റ്റ് നമുക്കിവിടെ S25 Ultra കിട്ടാനുണ്ടായിരുന്നു. ഇനി ഞാൻ X25 Ultra ഡോൾബി അറ്റ്മോസ് ഓഫ് ആക്കിയിട്ട് ഈ സെയിം സാധനം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. Swagger down the street with your red lips and funky beat. You better take your head up to the sky. I'm gonna go with you till the day I die. X200 Pro once again. Swagger down the street with your red lips and funky beat. You better take your head up to the sky. I'm gonna go with you till the day I die. സോ ഇപ്പം എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയം ഇപ്പം അത്യാവശ്യം S25 Ultra പിടിച്ചിട്ടുണ്ട്. പക്ഷേ ദ തിങ് ഈസ് ഇത് എന്താ പറയുക, ഈ ബേസ് ടോൺസ് ഒക്കെ നന്നായിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ബേസ് ടോൺസ് എടുത്തുകൊണ്ട് വന്നിട്ട് ഡോൾബി അറ്റ്മോസ് ഓൺ ആക്കുന്ന സിനാരിയിലാണ് S25 ബേസ് ടോൺസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇൻസ്ട്രുമെൻ്റൽ ടോൺസൊക്കെ അടിപൊളി എടുത്തുകൊണ്ട് തന്നെ. പക്ഷേ അന്നേരം വോളിയം കുറവാണ്. വോളിയം കൂടുന്ന സിനാരിയോസിൽ ഈ ബേസ് ടോൺസൊന്നും അത്ര ക്രിസ്പായി എടുത്തുകൊണ്ട് വരുന്നില്ല. സോ ഇറ്റ്സ് അപ് ടു യു ഇഫ് യു ആർ ഇൻ ടു ദ ക്വാളിറ്റി ഓഫ് ദ ഓഡിയോ, മീൻസ് എസ്പെഷ്യലി ആ ഒരു മ്യൂസിക്കിൻ്റെ ക്വാളിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പ്രിഫർ ചെയ്യുന്നത്. S25 Ultra തന്നെയായിരിക്കും ദി ബെസ്റ്റ് ഓപ്ഷൻ. വേഴ്സസ് നിങ്ങൾക്കൊരു ഓവറോൾ സറൗണ്ട് എക്സ്പീരിയൻസ്, അതേപോലെ തന്നെ വോളിയം, അതുപോലെ ഒപ്പം ബേസ് ടോൺസ് മാത്രമായിട്ട് ഇൻസ്ട്രുമെൻ്റൽ ടോൺസ് ഇപ്പോഴും S25 Ultra തന്നെ. പക്ഷേ ബേസ് ടോൺസ് S25 Ultra പിടിക്കുന്നില്ല. പിടിക്കണമെങ്കിൽ നമ്മുടെ ഡോൾബി അറ്റ്മോസ് ഓൺ ആക്കണം, അന്നേരം വോളിയം കുറവാണ്. സോ ഇറ്റ്സ് എ മാറ്റർ ഓഫ് പ്രിഫറൻസ്. മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാമറ സെഗ്മെൻറ്റ്. സോ ഞാൻ UI തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിക്ക് അടിപൊളിയാണ് നമ്മുടെ X200 Pro. സോ എൻ്റെ കുറച്ച് റീസൺസ് പറഞ്ഞു. S25 Ultrയുടെ കുറച്ച് ഓപ്ഷൻസ് പറഞ്ഞുതരാം. നമുക്ക് ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ബ്ലറിൻ്റെ സ്റ്റൈൽസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതും ജസ്റ്റ് ഈ ഒരു എഫക്റ്റ് ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റിൻ്റെ കുറച്ച് എന്താണ് സ്ട്രെങ്ത്തിൻ്റെ ഒക്കെ ഒരു ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻസ്, പിന്നെ അതിൻ്റെ ഏത് രീതി വേണം, അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. വേഴ്സസ് നമുക്ക് കണ്ടോ ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻസ്, എല്ലോ വിത്ത് അതിൻ്റെ സ്റ്റൈൽസിൻ്റെ കുറച്ച് ഓപ്ഷൻസ് കണ്ടോ. ഈ ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈൽ മിന്നി നിൽക്കണോ, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അത് തന്നെ ഇവിടെയുള്ള കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള. വേഴ്സസ് ഇതിനകത്ത് കുറച്ചുകൂടി കൂടുതലുണ്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻസ്. ആൻഡ് ദെൻ നമുക്ക് ഇവിടെ ഫേസ് റീടച്ചിങ്ങിൻ്റെ നാച്ചുറൽ, ക്ലാസിക്, സ്മൂത്ത്, സ്കിൻ ടോൺ, വൈറ്റനിങ്, ഫ്രോണ്ടൽ എക്സ്പ്രഷൻസ്, ഫേഷ്യൽ ഫീച്ചേഴ്സ്, ഇതൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻസ്. വേഴ്സസ് നമുക്കിത് ഇവിടെ ജസ്റ്റ് ഒറ്റ ഓപ്ഷനാണ് സ്കിൻ സ്മൂത്ത്നെസ്, ഒറ്റ സ്കെയിലിൻ്റെ ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. വേഴ്സസ് അതിന് പകരമാണ് ഇത്ര ഓപ്ഷൻസ് നമ്മുടെ Vivo X200 Pro ഉള്ളത്. ആൻഡ് ദെൻ തീർന്നില്ല, ഇനി ഇതേ ഫിൽറ്റേഴ്സിൻ്റെ ഓപ്ഷൻ, ഇത്രയും ഫിൽറ്റേഴ്സിന് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ്. പിന്നെ തീർന്നില്ല, ഇനി ഇതേ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പോർട്രേറ്റ് ലെൻസ് കിറ്റ്. ദാറ്റ് മീൻസ് 23mm ലാൻഡ്സ്കേപ്പ്, 35mm സ്ട്രീറ്റ് പോർട്രേറ്റ്, 50mm ക്ലാസിക് പോർട്രേറ്റ്, 50mm നാച്ചുറൽ, പിന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ഒരു കിഡോടെ എടുക്കാൻ പറ്റിയൊരു സാധനം, പിന്നെ 85mm ഫിഗർ, പിന്നെ എക്സ്ട്രീം ക്ലോസപ്പിന് വേണ്ടി 135mm. ഇതൊക്കെ ഇട്ടുമ്പോഴാണ് X200 Pro കിഡുമായിട്ട് വരുന്നത്. പോർട്രേറ്റ് ഉപയോഗിച്ചിട്ട് 200MB വരെ നമുക്ക് പോർട്രേറ്റ് എടുക്കാൻ പറ്റും. ഇതിനാണ് ഇവിടെ കണ്ടോ, ഇവിടെ ഈ മോഡ് 85mm ഹൈ റെസൊല്യൂഷൻ ക്ലോസപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 200MB നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ആൻഡ് S25 Ultrയിൽ നോർമലായിട്ട് 1x, 2x, 3x, 5x ഈ മോഡിൽ എടുക്കണേക്കാളും ഡീറ്റെയിലിംഗ് ഓൾമോസ്റ്റ് സെയിം തന്നെ ഡീറ്റെയിലിംഗ് കിട്ടും ഈ മോഡ് എടുത്തു കഴിഞ്ഞാൽ. പക്ഷേ ഈ വേറെ ഏത് 1xോ 1.5ഓ 2.2ഓ വേറെ ഏത് മോഡൽ എടുത്താലും S25 തന്നെയായിരിക്കും കൂടുതലും ക്രോപ്പിംഗ് ഇട്ട് പോവുക. ഞാൻ കുറച്ച് ക്വിക്കായിട്ട് കുറച്ച് സാമ്പിൾസ് കാണിച്ചു തരാം ലേറ്റർ ഓൺ ദ വീഡിയോ. ഓക്കെ, സോ അതാണ് ഫസ്റ്റത്തെ പോർട്രേറ്റ്. പിന്നെ നമ്മുടെ നോർമൽ ഫോട്ടോ 0.6x, 1x, 2x, 3.7x, 10x ആൻഡ് ഓൾ ദ വേ അപ് ടു 100x. ഇവിടെ നമുക്ക് 1x, 2x, 3x, 5x, 10x, 30x ആൻഡ് ഓൾ ദ വേ അപ് ടു 100x. പിന്നെ നമ്മുടെ വീഡിയോ
വീഡിയോ സാമ്പിൾസ് ഞാൻ ക്വിക്കായിട്ട് കാണിച്ചു തരാം. ഓക്കെ, വീഡിയോ നമുക്ക് UHD at 60 FPS വിത്ത് HDR. ഇതിന് HDR പകരം ഡോൾബി വിഷൻ എന്നാണ് പറയുക. സോ ഡോൾബി വിഷൻ ഓണാണ്. സോ 4K at 60 FPS. പിന്നെ 120 നമുക്ക് എടുക്കണമെങ്കിൽ ഇതിനകത്ത് പ്രോ വീഡിയോയിൽ പോയിട്ടാണ് 120 എടുക്കാൻ പറ്റുള്ളൂ. പ്രോ വീഡിയോയിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ UHD ആയിട്ട് 120 FPS എടുക്കാൻ പറ്റും. ഫിൽറ്ററിൽ ഇപ്പോൾ പ്രോ മോഡിന് വേറെ അഡ്വാൻറ്റേജ് വന്നിരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ പ്രോ വീഡിയോ മോഡിൽ ഇടുന്നത് ലോഗ് മോഡ്, ദറ്റ് മീൻസ് ആഫ്റ്റർ ആയിട്ട് എഡിറ്റ് ചെയ്ത് കളർ ഗീഡൊക്കെ ചെയ്യണവർക്ക് അടിപൊളിയാണ്. ഇതിനകത്ത് ഈ രീതിയിൽ നമ്മൾ ആ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് വെച്ച് തന്നെ വെച്ചിട്ട് ഒരു നോർമൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് നോർമൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യും. പിന്നെ ചിലപ്പോൾ 2 വീക്സ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കളർ ഗ്രേഡ് ചെയ്ത ഔട്ട് പക്കയുള്ള ഔട്ട് പിന്നെ ചെയ്യണമെങ്കിൽ അത് പിന്നെ നിങ്ങൾ ഈ ഔട്ട് ഈ വീഡിയോ തന്നെ എഡിറ്റ് ചെയ്തിട്ട് ചെയ്യുകയും ചെയ്യും. സോ 2 രീതിയിലും ഒറ്റ ഷോട്ടിൽ എടുത്ത് മീൻസ് ലോഗ് മോഡ് എടുത്ത് കഴിഞ്ഞാൽ 2 രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും, വിച്ച് ഈസ് എ റിയലി നൈസ് തിങ്. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്കകത്ത് തന്നെ എന്താണ് വിൻഡ്, നോയ്സ്, നമ്മുടെ വോയിസിനെ ഫോക്കസ് ചെയ്യണം, അങ്ങനെ കുറേ ഓപ്ഷൻസുകൾ, കുറച്ച് എയുടെ ഓപ്ഷൻസ് കൂടി വന്നിട്ടുണ്ട്. 8K at 30 FPS ഉണ്ട്, ഇവിടെയുണ്ട് 8K at 30 FPS. പിന്നെ നമ്മളെ പോർട്രേറ്റ് വീഡിയോ ഉണ്ട്. ജസ്റ്റ് നമ്മൾ കാണിച്ചാൽ പോർട്രേറ്റ് വീഡിയോ ചെയ്യുമ്പോൾ 2 പേർക്ക് മാക്സിമം ഉള്ളത് 4K at 30 FPS ആണ്. 4K at 30 FPS, UHD 30 FPS, 4K at 30 FPS 2 പേർക്ക് അവൈലബിൾ ആണ്. ആൻഡ് ഇതിനകത്ത് തന്നെ HDR ഓപ്ഷൻ, ഇതിനകത്ത് നമുക്ക് ഡോൾബി വിഷനോ HDR ഒന്നും കിട്ടുന്നില്ല. ഡോൾബി വിഷനാണ് കിട്ടേണ്ടത്, അത് കിട്ടുന്നില്ല പോർട്രേറ്റ് വീഡിയോ. സോ അവിടെ ഒരു ലൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ട് S25 Ultraയ്ക്ക്. പക്ഷേ 1x 2x ആൻഡ് 3x കിട്ടും. ഇവിടെ നമുക്ക് 1x 2x 3.7x കിട്ടും. ഇനി നമ്മുടെ നോർമൽ വീഡിയോയ്ക്കകത്തുണ്ടല്ലോ, ഞാൻ UHD at 60 ഇട്ടത് നമുക്ക് സ്റ്റെബിലൈസേഷൻ സൂപ്പർ സ്റ്റഡി മോഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ UHD നേരെ QHD, ദാറ്റ് മീൻസ് കുറച്ച് റെസൊല്യൂഷൻ കുറഞ്ഞു. ആ ഒരു മോഡ് നമുക്ക് ഇതിന് എവിടെയുണ്ട്, സ്റ്റെബിലൈസേഷൻ UHD at 60 FPS ഇട്ടു. സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കി കഴിയുമ്പോൾ 2.8K at 60 FPS ഇട്ട് 2 പേരും മാറുന്നുണ്ട്. ഓക്കെ, സോ പക്ഷേ HDR ഓൺ ആക്കാൻ പറ്റില്ല. പക്ഷേ ഇതിനകത്ത് നമ്മുടെ ഗാലക്സി S25 സൂപ്പർ സ്റ്റഡിയിൽ HDR ഓൺ ആക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് നമുക്ക് നോക്കി സൂപ്പർ സ്റ്റഡി ഓൺ ആക്കി കഴിയുമ്പോൾ തന്നെ HDR, ദാറ്റ് മീൻസ് ഡോൾബി വിഷൻ പോവാണ്, അല്ലാണ്ട് എടുക്കാൻ പറ്റും. സോ ചെറിയ ചെറിയ അഡ്വാൻറ്റേജസ് മോഡ്സിനകത്ത് പ്രോ വീഡിയോ ഇല്ലാത്ത ലോഗ്, അതേപോലെ ഇതിനകത്ത് ഈ സ്റ്റെബിലൈസേഷന് കുറച്ച് അഡ്വാൻറ്റേജസ്, അങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട് നമുക്ക് ഗാലക്സി S25 Ultrയിൽ. ഞാൻ വീഡിയോ ആയിട്ട് വരാം. അതിനുമ്പോൾ മോറിനകത്ത് എന്തൊക്കെ ഇട്ട് നോക്കാം. ഹൈ റെസൊല്യൂഷൻ, പനോരമിക്, അൾട്രാ എച്ച് ഡി ഡോക്യുമെൻറ്റ്, സ്ലോ മോഷൻ, സ്റ്റേജ് മോഡ്, ദാറ്റ് മീൻസ് നമ്മുടെ ഈ കൺസേർട്ട് നടക്കുന്ന ടൈമിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഔട്ട് എടുക്കാൻ വേണ്ടിയാണ്. പിന്നെ ടൈം ലാപ്സ്, പ്രോ മോഡ്, പ്രോ ഫോട്ടോ മോഡാണ് കേട്ടോ ഉദ്ദേശിക്കണേ. പിന്നെ ഫുഡ് മോഡ്, നൈറ്റ് മോഡ്, സൂപ്പർ മൂൺ മോഡ്, ഇത്രയാണ് നമുക്ക് ഉള്ളത്. S25 Ultrയ്ക്ക് അത് നമ്മുടെ എക്സ്പോർട്ടർ ഓപ്ഷൻ ഉണ്ട്, പ്രോ മോഡ്, പ്രോ വീഡിയോ മോഡ് ഉണ്ട്, നൈറ്റ് മോഡ്, ഫുഡ് മോഡ്, പനോരമ, സ്ലോ മോഷൻ, ഹൈപ്പർ ലാപ്സ്, പോർട്രേറ്റ് വീഡിയോ, ഡുവൽ റെക്കോർഡിംഗ്, ഫ്രണ്ട് ആൻഡ് ബാക്ക് അറ്റ് ദ സെയിം ടൈം, വിച്ച് ഈസ് ഈ ഡുവൽ വ്യൂ വീഡിയോ, ദാറ്റ് മീൻസ് ആണ് ഡുവൽ റെക്കോർഡിംഗ്. അത് ഭയങ്കര അഡ്വാൻറ്റേജ് ഉള്ള ഒരു ഓപ്ഷനായിരുന്നു, അത് മിസ്സിംഗ് ആണ് ഇതിനകത്ത്. അതേപോലെ തന്നെ പ്രോ വീഡിയോയ്ക്കകത്ത് ഈ ഒരു അപ്പർ വൈറ്റ് ബാലൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും അതും മിസ്സിംഗ് ആണ് നമ്മുടെ Vivo X200 പോലെ. സോ അങ്ങനത്തെ അത് 2 മേജർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചിലർക്ക്. സോ ചിലർക്ക് അത് ഇഗ്നോറബിൾ ആയിരിക്കും. സോ ദാറ്റ്സ് അപ് ടു യു. പിന്നെ സിംഗിൾ ടേക്ക്, അതൊരു ജസ്റ്റ് ഞാൻ സ്കിപ്പ് ചെയ്യണ ഫീച്ചറാണ്. ഇനി നമുക്ക് ജസ്റ്റ് ക്വിക്കായിട്ട്, വളരെ ക്വിക്കായിട്ട് ജസ്റ്റ് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. സോ ഇത് നമ്മുടെ Vivo X200 Pro ആൻഡ് ഗാലക്സി S25 Ultra. സോ ഓൾമോസ്റ്റ് രണ്ടും കൊള്ളാം, പക്ഷേ കുറച്ചും കൂടെ റിഫ്ലക്ഷൻസ് കുറവായിട്ട് എടുത്തിട്ടുണ്ട് ഗാലക്സി S25 Ultrനേക്കാൾ. യു ക്യാൻ സി കണ്ടോ, X200 Pro കുറച്ചും കൂടെ ക്ലിയർ ആൻഡ് ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട്. വേഴ്സസ് ഇവിടെ കണ്ടോ ചെറിയ രീതിയിലുള്ളൊരു റിഫ്ലക്ഷൻ വന്നിട്ടുണ്ട്. അതേപോലെ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ റിഫ്ലക്ഷൻസ് കുറവാണ് X200 Pro എടുക്കുമ്പോൾ. ഞാനതിൻ്റെ പറഞ്ഞുതരാം വീഡിയോ സാമ്പിൾ. ആൻഡ് നെക്സ്റ്റ് ഒരു ഷോട്ട് കണ്ടോ, ഇതിനകത്ത് ഇറ്റ്സ് അപ് ടു യു. നാച്ചുറൽ, പക്ക നാച്ചുറൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒബ്വിയസ്ലി നമ്മുടെ S25 Ultra ആണ്. യു ക്യാൻ സി കണ്ടോ,
പക്ക എക്സാക്റ്റ് കളർ. ഇവിടെ നമുക്ക് ആ ഒരു നമ്മളെ കാണാൻ ഇച്ചിരി രസമുള്ള ആ പച്ച ഒന്ന് ഇതാക്കി കുറച്ചും കൂടി യെല്ലോ ഒന്ന് ഇച്ചിരി കൂടി ഒന്ന് ഡിജിറ്റലൈസ് ആക്കി അങ്ങനത്തെ ഒരു എഫക്റ്റാണ് നമ്മുടെ വാട്ട് യു കോൾ X200 Pro കാണുന്നത്. യു ക്യാൻ സി. Anyways, you guys are judge. You can decide between which is the best. And next ഞാൻ പറയാം, ഇത് മാക്രോ ഷോട്ടാണ് കേട്ടോ. ചില മാക്രോസ് ഇതിന് അതൊരു വെരി വെരി ബിഗ് അഡ്വാൻറ്റേജ് ആണ്. സോ ഞാൻ ജസ്റ്റ് ക്യാമറ എടുത്തു. ബട്ട് ഇപ്പോൾ കാണിച്ചത് S25 Ultra കൊണ്ട് പറ്റിയില്ല. എന്നെ കാരണം കാണിച്ചു തരാം. ഈ സെറ്റിങ്സിനകത്ത് പോവുക. ഈ ഫോട്ടോയ്ക്ക് അതുകൊണ്ട് ഇവിടെ ഒരു സാധനം കണ്ടത് സൂപ്പർ മാക്രോ. ഇത് ഓണാക്കി കഴിഞ്ഞാണ്ടല്ലോ മാക്രോയിൽ തന്നെ സൂമിൻ ചെയ്ത് പോകാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഐറ്റം ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് വയ്ക്കാം. ആൻഡ് ആണോ ആണ് അതിൻ്റെ ആ എത്ര അടിപൊളിയായിട്ടാണ് നോക്കി എടുക്കുന്നത്. കിട്ടുമായിട്ട് എടുത്തിട്ടുണ്ട്. ഉണ്ടോ സെയിം സാധനം ഞാൻ S25 Ultra ചെയ്യണമെങ്കിലോ ഞാൻ ആദ്യം ക്യാമറ ഓപ്പൺ ചെയ്ത് എന്നിട്ട് അൾട്രാ വൈഡിൽ കയറി അപ്പോൾ ഫോക്കസ് എൻഹാൻസർ സാധനം എന്നിട്ട് എന്താ പറയുക എന്നിട്ട് ക്ലോസപ്പ് ചെയ്ത് വന്ന് ഇത്രയും നമ്മൾ മാനുവലായിട്ട് ക്ലോസപ്പ് ചെയ്ത് പോകണം. മറ്റിനത് സൂമിൻ ചെയ്ത് നമ്മൾ ക്ലോസപ്പ് ചെയ്യണം. എന്നിട്ട് ഓക്കെ സംഭവം മാക്രോ മോഡ് അത്യാവശ്യം പക്ഷേ കമ്പയറബിൾ അല്ല കേട്ടോ. ഒബ്വിയസ്ലി ഒരു ക്ലിയർ വിന്നർ X200 Pro തന്നെയാണ് മാക്രോ ഷോട്ട്സിനകത്ത്. അൾട്രാ വൈഡിട്ട് നമ്മൾ തന്നെ ഇത്രയും മാനുവലായിട്ട് ക്ലോസപ്പ് പോകണം. ഇത് നമ്മൾ നോർമലായിട്ടൊരു ഒബ്ജക്റ്റ് അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് സൂമിൻ ചെയ്ത് മാക്രോ ആയിട്ട് പോകാൻ പറ്റും, വിച്ച് ഈസ് റിയലി സൂപ്പർ. സോ അതാണ് ആ ഒരു ഷോട്ടിനകത്ത് ഞാൻ മറ്റേ S25 Ultra എനിക്കൊരു സാധനം കമ്പയർ ചെയ്യാൻ പോലും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ പറ്റുമോ. നമ്മുടെ ഗാലക്സി S25 Ultra ഉണ്ടല്ലോ കുറച്ച് നമ്മുടെ സ്ക്രീൻ ഗാർഡ്സ് നമ്മുടെ കയ്യിൽ ഉണ്ട്. സോ നമ്മളിതാണ് ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ട് അണ്ടർ 300 ആണ്. പോപ്പിയോയുടെ ടെമ്പേർഡ് സ്ക്രീൻ പ്രൊട്ടക്റ്റാണ് ഏറ്റവും റേറ്റ് കുറഞ്ഞ് 299 താഴെയാണ്. പക്ഷേ ഇതിനകത്ത് എന്താണ് അത്യാവശ്യം കൊള്ളാം. ഫിംഗർ പ്രിൻറ്റ് സ്കാനറൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അൾട്രാസോണിക് ആയിട്ടും. പക്ഷേ ഇതെന്താ പറയുക ഒരു ടൂൾ ബോക്സ് അല്ല. അപ്പോൾ അലൈൻമെൻറ്റ് ഒക്കെ നോക്കി ചെയ്യണം. പിന്നെ നമ്മൾ രണ്ടാമല്ലോ കേസ് ക്യാൻഡി വരുന്നുണ്ട്. അത് അത്യാവശ്യം ഡീസൻ്റ് ആണ് കേട്ടോ, കുഴപ്പമില്ല. അതിനകത്തും പക്ഷേ നമ്മൾ ഈ ഫിറ്റ് ചെയ്യാനുള്ള അലൈൻമെൻറ്റ് ടൂൾ വരുന്നില്ല. അത് കാരണം നല്ല പ്രിസിഷനോടെ ചെയ്തില്ലെങ്കിൽ പണി പാളും. നമ്മുടെ കേസൊന്നും വിടാൻ പറ്റില്ല. ആൻഡ് ദെൻ ഉള്ളത് ESR ആണ്. ഇതിൻ്റെ കൂടെ നമുക്ക് 3 സ്ക്രീൻ പ്രൊട്ടക്റ്റേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റാളേഷൻ ടൂളും വരുന്നുണ്ട്. സോ പ്രിസൈസ് ആൻഡ് അക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് അടിപൊളിയാണ്. ഇനി ടോപ്പ് എൻഡ് ദി ബെസ്റ്റ് ആയിട്ടുള്ള EZൻ്റെ സ്ക്രീൻ ഗാർഡ്. ഇതിനകത്തും നമ്മുടെ 2 വരുന്നുള്ളൂ. ഇതാണ് ഏറ്റവും വാല്യൂ പ്രൈസ് കൂടിയ ഐറ്റം. ഇതിനകത്ത് നമുക്ക് വിത്ത് ടൂളാണ് വരുന്നത്. ആൻഡ് പക്കയാണ്. നമ്മുടെ എല്ലാത്തിലും ടച്ച് സെൻസിറ്റിവിറ്റിയോ സ്ക്രീൻ ഗാർഡോ ഒന്നും ഇഷ്യൂ ഇല്ല. പിന്നെ പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിക്കണമെങ്കിൽ അറിയാവുന്നവർക്കാണെങ്കിൽ ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു POPIOൻ്റെ സ്ക്രീൻ ഗാർഡ് തന്നെയാണ്. ഇനി കേസസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഫ്യൂ ആയിട്ടൊരു നമ്മുടെ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള വരുന്നത് ഈ റിഗിയർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു കേസാണ്. ഇതും അത്യാവശ്യം അണ്ടർ 500 ആണ്. 499 റേറ്റിന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ആൻഡ് ദെൻ നമ്മുടെ ESRൻ്റെ ഒരു സ്ക്രീൻ വരുന്നുണ്ട്. സോ ഇത് ESRൻ്റെ ഒരു സാധനം. പിന്നെ നമ്മുടെ സ്പീജിൻ്റെയാണ് വരുന്നത്. പിന്നെ സ്പീജിൻ്റെ നമ്മുടെ ഏറ്റവും കൂടിയ ഐറ്റം സ്പീജിൻ്റെ ദാറ്റ് മീൻസ് ആ കിക്ക് സ്റ്റാൻഡ് കേസൊക്കെ സഹിതമുള്ളതാണ്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ബൈയിങ് ലിങ്ക്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഡൗൺ ബിലോ. ഐ വിൽ ലീവ് ലിങ്ക് ഇൻ ദി ഡിസ്ക്രിപ്ഷൻസ് ആസ് വെൽ. സോ ലെറ്റ്സ് ഗോ ബാക്ക്. നെക്സ്റ്റ് കുറച്ച് ഷോർട്ട്സ് സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻസ് ഉണ്ട്. കാരണം ഇത് സബ്ജക്റ്റ് തെറ്റി ഇച്ചിരി പാടാണ്. രണ്ടുപേരും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒരേപോലെ. ആൻഡ് ഐ വുഡ് സേ കമ്പാരിറ്റീവ്ലി സ്ലൈറ്റ്ലി ബെറ്റർ വേണമെങ്കിൽ ഗാലക്സി S25 Ultra എന്ന് പറയാം. ആൻഡ് ഫ്യൂ മോർ സിനാരിയോസ് ഇതിലും രണ്ടുപേരും സ്ട്രഗിളാണ്. ഐ കുഡിൻ ഡിസൈഡ് എ വിന്നർ. രണ്ടുപേരും ഇത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് അനദർ സിനാരിയോ ഓക്കെ. സോ കമ്പാരിറ്റീവ്ലി ഇച്ചിരി കൂടെ വെൽ ആയിട്ട് എടുത്തിരിക്കുന്ന ഗാലക്സി S25 Ultra ആണ്. സോ പക്ഷേ ഇതിന് നോക്കിയ കളേഴ്സൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ട് രണ്ടിൻ്റെയും. എല്ലാ ഷോട്ടും കുറച്ചൊരു സാച്ചുറേഷനും ഇച്ചിരി ഒരു ഓവർ പ്രോസസ്സിങ്ങും ചെയ്യുന്നുണ്ട് നമ്മുടെ X200 Pro. പക്ഷേ ഈ ഷോട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ കളർ ഗ്രേഡോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം അങ്ങനത്തെ ഒരു നാച്ചുറൽ എഫക്റ്റിനകത്താണ്. പണ്ടത്തെ ഒരു ഐഫോൺ കൈൻഡ് ഓഫ് എന്ന് വെച്ചാൽ അത്ര നാച്ചുറൽ അല്ല, ഇച്ചിരി ഒരു സെറ്റൊക്കെ ആക്കി എടുത്തേക്കണ ഔട്ട് പോലെയാണ് S25 Ultra. പറഞ്ഞ നോർമൽ ഷോട്ട്സ് ഓക്കെ. സോ രണ്ടിൻ്റെയും കളേഴ്സൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇത് എങ്ങനെ ഇത് ഈ ഒരു രീതിയിൽ എങ്ങനെ കമ്പയർ, കാരണം ഇത് നല്ലതായിട്ട് കളേഴ്സ് പൂവിൻ്റെ കളർ എക്സാക്റ്റ് കളർ ഇതാണെങ്കിൽ ഇത് നല്ല കളർ ഇച്ചിരി സാച്ചുറേഷൻ നല്ല ഐ പ്ലീസിങ് ആയിട്ട് ഔട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്ത് കാണിച്ചു തരാം. സോ ഈ ലെവൽ വരെ ക്രോപ്പിംഗ് വേഴ്സസ് ഇത് നമ്മൾ ഹൈ എൻഡ് ക്രോപ്പിംഗ് ആവും. ഇനി ഈ സെയിം ക്രോപ്പിംഗ് കിട്ടാൻ വേണ്ടി ഞാൻ ആദ്യം പറഞ്ഞ ആ മോഡുണ്ട്, അത് ഞാൻ കാണിച്ചിട്ട് വരാം. ഓക്കെ. ആൻഡ് ജസ്റ്റ് അനദർ ഷോട്ട്സ്. ഓക്കെ. ഇത് ഐ തിങ്ക് ഗാലക്സി S25 Ultra ആണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വന്നിരിക്കുന്നത്. കമ്പാരിറ്റീവ്ലി ക്രോപ്പിംഗ് ഞാൻ ചെയ്യുന്നില്ല. ക്രോപ്പിംഗ് ഒബ്വിയസ്ലി S25 Ultra തന്നെയായിരിക്കും ബെസ്റ്റ്. ഓക്കെ. എനിവേസ് ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ. ഒബ്വിയസ്ലി S25 Ultra. ആൻഡ് അറ്റ് എ ഗ്ലാൻസ് ഓൾസോ എനിക്ക് തോന്നുന്നു ഇവിടെ S25 Ultra ആണ് ഇവിടെ അതിനകത്ത് കുറച്ചുകൂടെ ബെറ്റർ. ആൻഡ് അനദർ ഷോട്ട്. ആൻഡ് ഈ ഷോട്ടിൽ
ഇതെന്താ കളേഴ്സ് നമുക്കൊരു ഐ പ്ലീസിങ് ആയിട്ടുള്ള ഷോട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി X200 Pro തന്നെ പറയും. ഇത് നമ്മുടെ നാച്ചുറൽ ടോൺ ആണ്. എനിക്ക് പക്ഷേ ഇത് പേഴ്സണലായിട്ട് കാണാനുള്ളൊരു ലുക്ക് വെച്ച് ഇഷ്ടപ്പെട്ട X200 Pro ഷോട്ട് തന്നെയാണ് ഈ സിനാരിയോയിൽ. ആണ് ഞാൻ പറഞ്ഞ ഷോട്ട് 85 200 MB എടുത്തിട്ടേക്കാണ്. ഇതിൻ്റെ ക്രോപ്പിംഗ് ശ്രദ്ധിച്ചോ, ഉണ്ടോ ഈ ലെവലൊരു ക്രോപ്പിംഗ്. ഇനി S25 Ultra ഉണ്ടോ, S25 Ultraനേക്കാളും കൂടുതൽ ക്രോപ്പിംഗ് ഉണ്ട് ഈ ഒരു മോഡിലിട്ട് എടുക്കുമ്പോൾ. ആൻഡ് ഡീറ്റെയിലിംഗ് നോക്കിയാൽ നല്ല പ്രിസർവ് ആയിട്ടാണ് ആ ഒരു ലീഫിൻ്റെ ആ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ പക്ക പ്രിസർവ്. വേഴ്സസ് ഉണ്ട് ഇവിടെ ഓൾമോസ്റ്റ് S25 Ultra മിസ് ഔട്ടായി. പക്ഷേ ദ തിങ് ഈസ് ഈ ഒരു ഒറ്റ മോഡിൽ 85 എന്ന് പറഞ്ഞാൽ ഈ ഒറ്റ മോഡിൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ബാക്കി ഏത് മോഡ് എടുത്താലും S25 Ultra തന്നെ ആയിരിക്കും ഡീറ്റെയിലിങ്ങിൻ്റെ കാര്യത്തിലും ക്രോപ്പിങ്ങിൻ്റെ കാര്യത്തിലും എല്ലാം ബെസ്റ്റ്. പക്ഷേ ഈ 85 ഇട്ട് കഴിഞ്ഞാൽ S25 Ultra ചുമ്മാ തൂക്കി എറിയുകയാണ്. ആൻഡ് ഇതേ ഓക്കെ ഉണ്ടോ ആ ഒരു ഡീറ്റെയിലിംഗ് ഒന്നും മിസ്സേ ആവാതെ നമ്മുടെ X200 Pro റൈറ്റ് ഫോട്ടോസ് കേട്ടോ. സോ ഇത് നമ്മുടെ Vivo X200 Pro ഷർട്ടിൻ്റെ ഡിസൈൻസ്. ഓക്കെ ആൻഡ് Galaxy S25 Ultra ആ ഫേസിൽ തന്നെ നല്ല ഡിഫറൻസ് ഉണ്ട് രണ്ടിൻ്റെ തമ്മിൽ. കണ്ടോ ഫേസ് നോക്കി നല്ല ഡിഫറൻസ് ഉണ്ട് രണ്ടും തമ്മിൽ. എക്സാക്റ്റ് ഇതാണ് ട്രൂ ടു ലൈഫ് എന്ന് പറഞ്ഞ സാധനമാണ് നമ്മുടെ S25 Ultra. ഇത് ഈ കളർ ഗ്രേഡൊക്കെ ചെയ്ത് കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന പോലത്തെ ഒരു ഔട്ടാണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ വാട്ട് യു കോൾ X200 Proയിൽ. സോ ഇറ്റ്സ് അപ് ടു യു. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് നോക്കട്ടെ. ഓക്കെ ആണോ ഡീറ്റെയിലിങ്ങിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഇവിടെ നോക്കി കുറച്ചും കൂടെ ക്രിസ്പാണ് ഡീറ്റെയിലിംഗ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് X200 Pro ആണ്. S25 Ultra അത്ര ഒരു ക്രിസ്പിനെസ് വന്നിട്ടില്ല, ഡീറ്റെയിലിംഗ് ക്രിസ്പിനെസ് വന്നിട്ടില്ല. ഫേസ് ഒക്കെ പക്കാ സെറ്റാണ്, പക്ഷേ ഡീറ്റെയിലിംഗ് കുറച്ചും കൂടെ ഷർട്ടിൻ്റെ ഡീറ്റെയിലിങ്സ് കുറച്ചും കൂടെ പ്രിസർവ് ചെയ്തേക്കുന്നത് നമ്മുടെ X200 Pro ആണ്. സോ ദാറ്റ്സ് ലിറ്ററലി അപ് ടു യു. കുറച്ച് ക്ലിയർ കട്ടായിട്ട് എക്സാമ്പിൾ പറഞ്ഞതിന് വേണ്ടി കണ്ടോ ഇതിപ്പോൾ നോക്കിയാൽ തന്നെ ഫേസ് S25 Ultra, ഷർട്ടിന് എന്ന് കാണാൻ രസം പറഞ്ഞാൽ ഈ ഒരു ബ്ലാക്ക് കുറച്ചും കൂടി ഡീപ്പർ ബ്ലാക്ക് ആക്കി ആ ഒരു പാറ്റേൺസ് കുറച്ചും കൂടെ എന്താ പറയുക കളർ കൂട്ടി. അപ്പോൾ എടുത്തേക്കുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ കൊള്ളാലോ, ഇത് അടിപൊളിയാണ്. ഇത് ഈ ലുക്ക് കണ്ടാൽ തന്നെ അറിയാം കണ്ടോ. ഇവിടെ നമുക്ക് സെറ്റായിട്ട് വന്നു നമ്മുടെ X200 Pro വേഴ്സസ് S25 Ultra. അവിടെ ആ ഒരു ഡീറ്റെയിലും പ്രിസർവ് ചെയ്തിട്ടില്ല. പക്ഷേ ഫേസ് പക്കയായിട്ട് S25 Ultra എടുത്തിട്ടുണ്ട്. ഫേസ് എഗെയിൻ നല്ല ഡിഫറൻസ്. ദാറ്റ് മീൻസ് ഐ വിൽ ഗിവ് എ വിൻ ഫോർ ദ Galaxy S25 Ultra ഇൻ ടേംസ് ഓഫ് ദ ഫേസ്. അതർ ഷോട്ട് ഫേസിലെ ഡിഫറൻസ് ഇനി ഞാൻ പറയുന്നില്ല, ഷർട്ടിലെ ഡിഫറൻസ് പറയുന്നില്ല. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഡീറ്റെയിലിംഗ് ഒക്കെ നോക്കുവാണെങ്കിൽ അറ്റ് എ ഗ്ലാൻസ് ഐ വുഡ് സേ the Vivo X200 Pro, but for the naturality and the exact true to life colors S25 Ultra. Another shot again ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും ഒക്കെ പോകുന്നത് നമ്മുടെ Vivo X200 Proയ്ക്കാണ്. S25 Ultra പിന്നെ വേറൊരു കാര്യമുണ്ട്, S25 Ultra ഉണ്ടല്ലോ നല്ല ഡേ ടൈം ആണെങ്കിൽ അടിപൊളി പെർഫോം ചെയ്യും. ഇച്ചിരി ലോ ലൈറ്റ് വന്ന അനുസരിച്ച് ഇൻകൺസിസ്റ്റൻ്റ് ആയി തുടങ്ങും. പക്ഷേ Vivo X200 Pro കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ കൺസിസ്റ്റൻ്റ് ആണ്. ഡേ ടൈമും ആ നൈറ്റ് ആയാൽ പോലും കുറച്ചും കൂടെ കൺസിസ്റ്റൻ്റ് ഔട്ട് തരുന്നുണ്ട് Vivo X200 Pro. സോ നമ്മൾ വേണമെങ്കിൽ നാച്ചുറൽ ടോൺസും അതേപോലെ തന്നെ ഡീറ്റെയിലിങ്ങും, ദാറ്റ് മീൻസ് ഡീറ്റെയിലിംഗ് ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്പിനെസ്സും ക്വാളിറ്റി അല്ല, ആ ഒരു സൂമിൻ ചെയ്യുമ്പോൾ ആ ക്വാളിറ്റി ഒക്കെ ഉള്ളത് S25 Ultrയ്ക്കും. ഇനി ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ റെഡി ഔട്ടും അതുപോലെ തന്നെ ഇച്ചിരി സാച്ചുറേഷൻ ആയിട്ടുള്ളത്, ഇച്ചിരി ഈ കത്തണ കളേഴ്സൊക്കെ ഇഷ്ടമുള്ളവർക്കും അതേപോലെ തന്നെ ഇനി ഒരു ഫർദർ എഡിറ്റ് ഒന്നും വേണ്ട, ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാം റെഡി അപ്ലോഡ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ ക്വാളിറ്റിയും അറ്റ ഗ്ലാൻസ് കാണുമ്പോൾ ഒരു ക്വാളിറ്റിയും കൂടുതൽ ഉള്ളത് നമ്മുടെ X200 Proയ്ക്കാണ്. ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് വീഡിയോ ഇട്ടെന്ന് പറയാം, അതും വെരി ക്വിക്കായിട്ട്. S25 Ultra ഇത്ര നമ്മുടെ Galaxy S25 Ultrയുടെ ഫ്രണ്ട് ക്യാമറ. സോ 4K at 60 FPS UHDയിലാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് യു ക്യാൻ സീ ദ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആൻഡ് എവറിത്തിങ്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ കേട്ടോ X200 Pro നമ്മുടെ Vivo X200 Proയുടെ ഫ്രണ്ട് ക്യാമറ. സോ ഇത് നമ്മുടെ Galaxy S25 Ultrയിൽ HDR ഇടുന്ന പോലെ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് ഡോൾബി വിഷൻ ഇട്ടിട്ടുള്ള ഐറ്റം. സോ 4K at 60 FPS വിത്ത് ഡോൾബി വിഷൻ ആണ്. ഞാൻ ജസ്റ്റ് നോക്കാം. ഓട്ടോ ഫ്രെയിമിംഗ് മോഡ്, ദാറ്റ് മീൻസ് ഇപ്പോൾ കുറേ സ്റ്റേപ്പിൾ ഈ ഫ്രെയിമിലുണ്ടെങ്കിൽ ആ സമയത്തുണ്ടല്ലോ, ദാറ്റ് മീൻസ് ഈ സൂം ഇന്ന് ഔട്ടോ ആയിട്ട് കറക്റ്റ് നമ്മുടെ മീൻസ് സോർട്ട് ഓഫ് ഓട്ടോ ട്രാക്കിംഗ് ഒരു സംഭവമാണ്. ദാറ്റ് മീൻസ് കുറേ ആൾക്കാർ ഫ്രെയിമിലുണ്ടെങ്കിൽ സോ ഓട്ടോമാറ്റിക്കലി ക്യാമറ ഒന്ന് സൂം ഔട്ട് ചെയ്യും, എല്ലാവരും ഫിറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ സെറ്റപ്പാണ്. സോ അത് ഇടുമ്പോൾ 1080p at 30 FPS ഇട്ട് സ്വിച്ച് ആവും. സോ പക്ഷേ ഫ്രണ്ട് ക്യാമറയ്ക്ക് സ്റ്റെബിലൈസേഷൻ വരുന്നില്ല കേട്ടോ നമ്മുടെ Galaxy S25 Ultrയിൽ. ഓക്കെ X200 Pro മെയിൻ അഡ്വാൻറ്റേജ് S25 ഇല്ലാത്തതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഫ്രണ്ട് ക്യാമറയിൽ വീഡിയോ സ്റ്റെബിലൈസേഷൻ ഉണ്ട്. പക്ഷേ അത് 1080p at 30 FPS കൂട്ടോ ജസ്റ്റ് നോക്കാം. പോർട്രേറ്റ് വീഡിയോ ഉണ്ടോ X200 Proയുടെ സിനിമാറ്റിക് വീഡിയോ. ഓക്കെ നമ്മുടെ സിനിമാറ്റിക് വീഡിയോ ഓക്കെ കൊള്ളാം കേട്ടോ, പോർട്രേറ്റ് വീഡിയോ തന്നെ. ഓക്കെ സോ
background blur. Okay, so all cinematic video UHD at 30 FPS support ചെയ്യുന്നുണ്ട്. So S25 background blur ഒക്കെ വെച്ചിട്ടുള്ള ഐറ്റം. Okay, very minor improvements നാട്ടോ പ്രീവിയസ് ജനറേഷനിൽ നിന്ന് പറയാനുള്ളൂ. Okay, still solid ആയിട്ടുണ്ട് ഇപ്പോൾ കുറച്ചും കൂടെ. S25 Ultra. Okay, at 60 FPS with HDR. Instead ഞാൻ നോട്ടീസ് ചെയ്താണ് ആ ഒരു സൺലൈറ്റ് വന്ന ഏരിയ ഉണ്ടല്ലോ X200 Pro വളരെ കുറവാണ്. കാരണം ഈ റേസിന്റെ കോട്ടിംഗ് വന്നാറുണ്ടല്ലോ റിഫ്ലക്ഷൻസ് വളരെ കുറവാണ്. കമ്പാരിറ്റീവ് ചെയ്ത് ചെയ്യുമ്പോൾ S25 Ultra ഇച്ചിരി റിഫ്ലക്ഷൻസ് കൂടുതലാണ് ഈ സിനാരി ജസ്റ്റ് നോക്കിയപ്പോൾ തന്നെ. ആൻഡ് സോ ദാറ്റ്സ് ഡെഫിനറ്റ്ലി ഔട്ട്ഡോറിനകത്തൊക്കെ നട്ടുച്ചക്കൊക്കെ ഷോർട്സ് എടുക്കുമ്പോൾ നല്ലൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവും ആ സൈസിന്റെ കോട്ടിംഗ് നമ്മുടെ X200 Pro. ആൻഡ് സൂമിങ് 1x 2 3x and okay. ഇനി X200 Pro Vivo X200 അവിടുത്തെ ആ സെയിം റിഫ്ലക്ഷനേ ഇല്ല കേട്ടോ. 60 fps with Dolby Vision and 0.6x 1x 2x 3.7 10x and all the 20x വരെ പോകാൻ പറ്റും. പിന്നെ വോക്കൽ എൻഹാൻസ്മെന്റിന്റെ ഓപ്ഷൻസ് ഒക്കെ കിട്ടും. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ടേൺ ഓഫ് ചെയ്യാം. ഇതിപ്പോൾ വോക്കൽ എൻഹാൻസ്മെന്റ് ടേൺ ഓഫ് ചെയ്തിട്ടുള്ള X200 Pro ഓഡിയോ ആണ്. ഇനി ഞാൻ വോക്കൽ എൻഹാൻസ്മെന്റ് ജസ്റ്റ് ഓൺ ആക്കാം. ആൻഡ് ഇപ്പോൾ വോക്കൽ എൻഹാൻസ്മെന്റ് ഓൺ ആക്കുക മീൻസ് നമ്മൾ എക്സ്പെഷ്യലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഔട്ട്ഡോർ ഒക്കെ പബ്ലിക്കിനകത്ത് ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഇതിന്റെ എക്സാക്ട് യൂസ് വരത്തുള്ളൂ. സോ ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് കട്ട് ചെയ്തിട്ട് ഒരു ENC പോലെ വർക്ക് ചെയ്യും, ഒരു ANC ടൈപ്പ് പോലെ. സോ അത് ഓൺ ഓഫ് ആകാൻ ഓപ്ഷൻസ് വരെ ഉണ്ട്. കൂൾ. നെക്സ്റ്റ് നമ്മുടെ സ്റ്റെബിലൈസേഷൻ ആണ്. 60 fps X200 Proയിലും സ്റ്റെബിലൈസേഷൻ ഓണാക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ റെസൊല്യൂഷൻ സ്കെയിൽ ഡൗൺ ആയിട്ട് 2.8K at 60 fps ആവും. സോ ഞാൻ ഇതും മാക്സിമം സ്പീഡിലോടാം. സ്റ്റെബിലൈസേഷൻ നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ പക്കയാണ് കേട്ടോ. S25 സൂപ്പർ സ്റ്റഡി എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. അപ്പോൾ UHD നേരെ QHD ആവും. ദാറ്റ് മീൻസ് റെസൊല്യൂഷൻ കുറച്ചുകൂടെ സ്കെയിൽ ഡൗൺ ചെയ്യും. സോ ഞാൻ അതിന് മാക്സിമം സ്പീഡിൽ ഓടാൻ ട്രൈ ചെയ്യാന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റെബിലൈസേഷൻ നമുക്ക് നോക്കാം. സോ ഇൻ 3 2 1 ആൻഡ് ഗോ. S25 Ultra ഔട്ടാണ് കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി മറ്റേ സ്റ്റെബിലൈസേഷൻ്റെ സിനാരിയോ. ക്യാമറ അതേപോലെ തന്നെ Galaxy S25 Ultra 12 MB വേഴ്സസ് 32 MB ആണ്. സോ ഇതാണ് നമ്മുടെ Galaxy S25 Ultra. സോ ഇവിടെ ആ ഒരു ഫേസിനകത്ത് ഡിഫറൻസ് ഉണ്ട്, പക്ഷെ എന്നാലും ഇത് നെഗ്ലിജിബിൾ ആണ് കമ്പാരിറ്റീവ്ലി മറ്റേ വെച്ച് നോക്കുമ്പോൾ റിയർ ക്യാമറ വെച്ച് നോക്കുമ്പോൾ ഇത് നെഗ്ലിജിബിൾ ആണ്. സോ ഇത് ഓക്കെ അത്യാവശ്യം കൊള്ളാം, രണ്ടും അത്യാവശ്യം കൊള്ളാം കേട്ടോ. S25 Ultra ആണ് ഒരു മൈനർ അപ്പായിട്ട് എനിക്ക് തോന്നിയത്. ഓക്കെ ചെറിയൊരു വാം ടോൺ ഉണ്ട് കേട്ടോ സ്റ്റിൽ. ഇഫ് യു ലുക്ക് ഓവർ ദി വേഴ്സസ് കമ്പാരിസൺ ഇത് വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു വാം ടോൺ സ്റ്റിൽ ഉണ്ട്. ബട്ട് റിയർ ക്യാമറ വെച്ച് നോക്കുമ്പോൾ ഇത് നൈസാണ് കേട്ടോ. ഈ സിനാരിയോസ് നോക്കിയാൽ ആ വാം ടോൺ ഇപ്പോഴും നന്നായിട്ട് ഇച്ചിരി കൂടിയിട്ടുണ്ട് ഇപ്പോൾ ഈ സിനാരി വന്നപ്പോൾ. ഓക്കെ ഡീറ്റെയിലിംഗ് ഒക്കെ രണ്ടിനും അത്യാവശ്യം നല്ല രീതിയിലുണ്ട് കേട്ടോ. ആൻഡ് കമ്പാരിറ്റീവ് ഐ വുഡ് സേ ഡീറ്റെയിലിംഗ് ഇത്തിരിയും കൂടെ S25 Ultra കുറച്ചും കൂടെ പ്രിസർവ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഐ വുഡ് സേ. ആൻഡ് സോ നമുക്കൊന്ന് മാക്സിമം ഒന്ന് ക്രോപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ S25 Ultra കുറച്ചും കൂടെ ക്രോപ്പിൻ ആവുന്നത്. ആൻഡ് ഡീറ്റെയിലിംഗ് ഓക്കെ ഐ വുഡ് പ്രിഫർ ദ Galaxy S25 Ultra ആണ് ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രണ്ട് ക്യാമറയിൽ. നമ്മൾ Vivo X200 Proയുടെ ഫ്രണ്ട് ക്യാമറ. സോ ഇതിനകത്ത് നമ്മുടെ Galaxy S25 Ultraയിൽ HDR ഇടുന്ന പോലെ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് Dolby Vision ഇട്ടിട്ടുള്ള ഐറ്റം. സോ 4K at 60 fps വിത്ത് Dolby Vision ആണ്. ഞാൻ ജസ്റ്റ് നോക്കാം. ഓക്കെ ഇതാണ് നമ്മുടെ Galaxy S25 Ultra'യുടെ ഫ്രണ്ട് ക്യാമറ. സോ 4K at 60 fps UHDയിലാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് യു ക്യാൻ സീ ദ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആൻഡ് എവറിത്തിങ്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ ഉണ്ടല്ലോ ഓട്ടോ ഫ്രെയിമിങ്ങിൻ്റെ മോഡ്. ദാറ്റ് മീൻസ് ഇപ്പോൾ കുറേ സ്റ്റേപ്പിൾ മീൻസ് ഈ ഫ്രെയിമിലുണ്ടെങ്കിൽ ആ സമയത്തുണ്ടല്ലോ ദാറ്റ് മീൻസ് ഈ സൂം ഇന്ന് ഔട്ടും ആയിട്ട് കറക്റ്റ് നമ്മുടെ മീൻസ് സോർട്ട് ഓഫ് ഓട്ടോ ട്രാക്കിംഗ് പോലൊരു സംഭവമാണ്. ദാറ്റ് മീൻസ് കുറേ ആൾക്കാർ ഫ്രെയിമിലുണ്ടെങ്കിൽ സോ ഓട്ടോമാറ്റിക്കലി ക്യാമറ ഒന്ന് സൂം ഔട്ട് ചെയ്യും, എല്ലാവരും ഫിറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ സെറ്റപ്പാണ്. സോ അതിടുമ്പോൾ 1080p at 30 fps ഇട്ട് സ്വിച്ച് ആവും. സോ പക്ഷേ ഫ്രണ്ട് ക്യാമറയ്ക്കകത്ത് സ്റ്റെബിലൈസേഷൻ വരുന്നില്ല കേട്ടോ നമ്മുടെ Galaxy S25 Ultra'യിൽ. ഓക്കെ കീപ് ഇൻ മൈൻഡ്. X200 Pro ഉണ്ടല്ലോ സിനിമാറ്റിക് വീഡിയോ, അതും 1080p at 30 fps എടുക്കണം സിനിമാറ്റിക് ഓണാക്കും. പക്ഷേ S25 Ultra വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ
ഇഷ്ടം പോലെ സ്റ്റൈൽസ് മോഡ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. വേഴ്സസ് S25 അൾട്രയിൽ വെരി ലിമിറ്റഡ് ആണ്. ഓക്കെ, സോ യു ക്യാൻ സി ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ സ്റ്റണ്ണിങ് ആൻഡ് കൊള്ളാം കേട്ടോ, ലുക്സ് നൈസ്. സിനിമാറ്റിക് വീഡിയോ UHD ആയിട്ട് 30 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് അത് ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ വെച്ചിട്ടുള്ള ഐറ്റം. ഓക്കെ, വെരി വെരി മൈനർ ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്നാട്ടോ പ്രീവിയസ് ജനറേഷനിൽ നിന്ന് പറയാനുള്ളൂ. ഓക്കെ, സ്റ്റിൽ സോളിഡ് ആയിട്ടുണ്ട് ഇപ്പോൾ കുറച്ചും കൂടെ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. X200 മെയിൻ അഡ്വാൻറ്റേജ് S25 എല്ലാത്തിലായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഫ്രണ്ട് ക്യാമറയിൽ വീഡിയോ സ്റ്റെബിലൈസേഷൻ ഉണ്ട്. പക്ഷേ അത് 1080p at 30 FPS കൂട്ടോ. ജസ്റ്റ് ഒന്ന് ഓടാം. ഓക്കെ, ഉണ്ടോ ഫ്രണ്ട് ക്യാമറയ്ക്കകത്ത് സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട് Vivo X200 Proയിൽ. ഓക്കെ, Vivo X200 Proയുടെ റിയർ ക്യാമറയിൽ 4K at 60 FPS വിത്ത് ഡോൾബി വിഷൻ ആൻഡ് 0.6x 1x 2x 3.7 10x ആൻഡ് ഓൾ ദ 20x വരെ പോകാൻ പറ്റും. പിന്നെ വോക്കൽ എൻഹാൻസ്മെൻറ്റിൻ്റെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ടേൺ ഓഫ് ചെയ്യാം. ഇതിപ്പോൾ വോക്കൽ എൻഹാൻസ്മെൻറ്റ് ടേൺ ഓഫ് ചെയ്തിട്ടുള്ള X200 Proയുടെ ഓഡിയോ ആണ്. ഇനി ഞാൻ വോക്കൽ എൻഹാൻസ്മെൻറ്റ് ജസ്റ്റ് ഓൺ ആക്കാം. ആൻഡ് ഇപ്പോൾ ഈ വോക്കൽ എൻഹാൻസ്മെൻറ്റ് ഓൺ ആക്കി. ദാറ്റ് മീൻസ് നമ്മൾ എക്സ്പെഷ്യലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഔട്ട്ഡോറൊക്കെ പബ്ലിക്കിനകത്ത് ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ എക്സാക്റ്റ് യൂസ് വരത്തുള്ളൂ. സോ ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് കട്ട് ചെയ്തിട്ട് ഒരു ENC പോലെ വർക്ക് ചെയ്യും, ഒരു ANC ടൈപ്പ് പോലെ. സോ അത് ഓൺ ഓഫ് ആകാനുള്ള ഓപ്ഷൻസ് വരെ ഉണ്ട്. കൂൾ. S25 അൾട്രയുടെ 4K at 60 FPS വിത്ത് HDR. ഇൻസ്റ്റൻ്റ് ഞാൻ നോട്ടീസ് ചെയ്താണ് ആ ഒരു സൺലൈറ്റ് വന്ന ഏരിയ ഉണ്ടല്ലോ X200 Proയിൽ വളരെ കുറവാണ്. കാരണം ഈ സൈസിൻ്റെ കോട്ടിങ് വന്നാറുണ്ടല്ലോ, റിഫ്ലക്ഷൻസ് വളരെ കുറവാണ് കമ്പാരിറ്റീവ് ചെയ്ത് ചെയ്യുമ്പോൾ. S25 അൾട്രയ്ക്ക് ഇച്ചിരി റിഫ്ലക്ഷൻസ് കൂടുതലാണ് ഈ സിനാരി ജസ്റ്റ് നോക്കിയപ്പോൾ തന്നെ. ആൻഡ് സോ ദാറ്റ്സ് ഡെഫിനറ്റ്ലി ഔട്ട്ഡോറിനകത്തൊക്കെ നട്ടുച്ചക്കൊക്കെ ഷോട്ട്സ് എടുക്കുമ്പോൾ നല്ലൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവും ആ സൈസിൻ്റെ കോട്ടിങ് നമ്മുടെ X200 Pro. ആൻഡ് ദ സൂമിങ് 1x 2 3x and okay, നൈസായിട്ട് എനിക്കിവിടെ ഒരു ഇത്തിരി ഒരു അഡ്വാൻറ്റേജ് തോന്നുന്നുണ്ട് S25 അൾട്ര വെച്ച് നോക്കുമ്പോൾ. ഗാലക്സി S25 സൂപ്പർ സ്റ്റഡി എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. അപ്പോൾ UHD നേരെ QHD ആവും. ദാറ്റ് മീൻസ് റെസൊല്യൂഷൻ കുറച്ചുകൂടെ സ്കെയിൽ ഡൗൺ ചെയ്യും. സോ ഞാൻ തന്നെ മാക്സിമം സ്പീഡിൽ ഓടാൻ ട്രൈ ചെയ്യാൻ. എന്നിട്ട് ജസ്റ്റ് സ്റ്റെബിലൈസേഷൻ നമുക്ക് നോക്കാം. സോ ഇൻ 3 2 1 ആൻഡ് ഗോ. ഓക്കെ, at 60 FPS X200 Proയിലും സ്റ്റെബിലൈസേഷൻ ഓണാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ റെസൊല്യൂഷൻ സ്കെയിൽ ഡൗൺ ആയിട്ട് 2.8K at 60 FPS ആവും. സോ ഞാൻ ഇതും മാക്സിമം സ്പീഡിൽ ഓടാം. സ്റ്റെബിലൈസേഷൻ നമുക്ക് ട്രൈ ചെയ്യാം. X200 Proയുടെ സിനിമാറ്റിക് വീഡിയോ, ദാറ്റ് മീൻസ് പോർട്രേറ്റ് വീഡിയോ, ഇതും 1080p at 30 FPS പക്ഷേ S25 അൾട്ര വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇഷ്ടം പോലെ മോഡ്സ് അതേപോലെ ഫിൽറ്റേഴ്സ് ഉണ്ട്. ഡീഫോൾട്ട് തന്നെ നമ്മുടെ ബ്യൂട്ടി ഫിൽറ്ററൊക്കെ ഓൺ ആയിരിക്കും. അതൊക്കെ ഇപ്പോൾ ഓഫ് ആക്കിയിട്ട് ഇതാണ് നോർമൽ ഇട്ടിട്ടുള്ള ഒരു മോഡാണ് ഇപ്പോൾ കാണുന്നത്. സോ ബൈ ഡീഫോൾട്ട് തന്നെ കുറച്ച് മോഡ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആണ്, ഫിൽറ്റർ ബ്യൂട്ടി ഒക്കെ ഓൺ ആയിരിക്കും. പക്ഷേ ഇത് നമ്മുടെ നോർമൽ ഇട്ടിട്ടാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഔട്ട്. നെക്സ്റ്റ് നമ്മൾ UI കാര്യം ആക്ച്വലി ഇതെന്താ പറയുക, ഇത് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി ടു ബി ഫ്രാങ്ക് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് വർത്തായിട്ടുള്ള ഒരു UI എക്സ്പീരിയൻസ് ആണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി നോട്ട് ഞാൻ പറയേണ്ടി വരും. വേഴ്സസ് ഇത് നമ്മുടെ പഴയ 1UI 6.1 സീരീസ് തന്നെ അടിപൊളിയായിരുന്നു. ആൻഡ് ഇത് അതിൻ്റെ പീക്ക്, ദാറ്റ് മീൻസ് ഒപ്റ്റിമൈസേഷൻ്റെ കാര്യത്തിൽ ദി ബെസ്റ്റ് എന്നുള്ളത്. അതേപോലെ ആനിമേഷൻ സ്കെയിൽസ്, ട്രാൻസിഷൻ സ്കെയിൽസ് ഒക്കെ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് വന്നേക്കണേ. സോ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു റിഫൈൻമെൻറ്റ് ലെവൽ മനസ്സിലാക്കാൻ പറ്റും. സോ ഒബ്വിയസ്ലി അപ്ഡേഷൻ ബാക്കിയുള്ള ഫോണിട്ടും ദാറ്റ് മീൻസ് വരും. ഓക്കെ, സോ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ 1UI 7 ടു ഗുഡ്. സോ ഇഫ് യു കമ്പയർ മീൻസ് ഫീച്ചേഴ്സിന് ഒരു കോംപ്രമൈസും ഇല്ല. കാര്യം ഇതിനേക്കാൾ കാരണം നമ്മുടെ 1UI കൂടുതൽ ഫീച്ചേഴ്സ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ എന്താ പറയുക ആപ്പ് ലോക്കിൻ്റെ ഒക്കെ കുറേ പ്രൈവസിയുടെ കുറേ സെറ്റിങ്സൊക്കെ എക്സ്ട്രാ കുറേ ഉണ്ട് ഈവൻ ഇഫ് കമ്പയർ വിത്ത് ദിസ് 1UI. പക്ഷേ സ്റ്റിൽ നമ്മൾ ആ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടും. നമുക്ക് ആ ഒരു ഡെയിലി നമ്മളെല്ലാ ഡേ ടു ഡേ ലൈഫ് ടാസ്കൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു സ്മൂത്ത്നെസ്, ആ ഒരു ഓവറോൾ ആനിമേഷൻസ്, ട്രാൻസിഷൻ സ്കിൽസ്, ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, യൂസർ എക്സ്പീരിയൻസ്, അത് ഒരു രക്ഷയില്ല നമ്മുടെ 1UI. ഇത് AI
ടൺസ് ഓഫ് ഫീച്ചേഴ്സ്, അതും നെക്സ്റ്റ് ലെവൽ ഇംപ്ലിമെൻറ്റേഷൻ. മീൻസ് നമ്മളിപ്പോൾ ഒരു ജെമിനിയുടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് 2-3 ആപ്പൊക്കെ പോയി തപ്പി പിടിച്ച് ചെയ്ത് അത് വേറൊരു ആപ്പിൽ കൊണ്ട് ചെയ്യണം. അങ്ങനത്തെ ക്രോസ് കോംപ്ലക്സ് ആപ്പ് ഇൻ്റഗ്രേഷൻ വരെ പുട്ടുപോലെ ഇപ്പോൾ നമ്മുടെ ഗാലക്സി S25 അൾട്ര ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എയുടെ കോംപ്ലക്സ് ടാസ്ക്സ് കാര്യങ്ങളൊക്കെ മീൻസ് ബാക്കിയുള്ള കമ്പനീസിനേക്കാളും ഒക്കെ വേ ഹെഡാണ് എയുടെ കാര്യത്തിൽ. ഇത് പറയുകയാണെങ്കിൽ കുറേ പറയാണ്ട്. വിത്ത് ഗോഡ്സ് ഗ്രേസ് ദിവാനുകൊണ്ട് ഞാൻ ഇതിൻ്റെ ടിപ്സ് ട്രിക്സ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് സെറ്റിംഗ്സ് ആക്കുന്ന വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അത് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഒരു സെറ്റിംഗ്സ് ഓവർവ്യൂ പോലെ ഞാനത് പറയുന്നുണ്ട്. ഓക്കെ, സോ എനിവേസ് നെക്സ്റ്റ് ബാറ്ററി നോക്കുവാണെങ്കിൽ 5000 mAh. ബാക്കിയുള്ള കമ്പനീസ് പല ടൈപ്പിലുള്ള ടെക്നോളജി വൈസ് ബാറ്ററി, ദറ്റ് മീൻസ് ഈ സെയിം സ്ലോട്ടിൽ തന്നെ പവർ, ദറ്റ് മീൻസ് mAh കൂടിയ ബാറ്ററീസ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ സാംസങ് ആ ഒരു ലെവലിൽ തന്നെ നിൽക്കുകയാണ്. ബാറ്ററി 5000 തന്നെ നിൽക്കുന്നു വേഴ്സസ് ഇവിടെ നമുക്ക് 6000 mAh ഉണ്ട്. ഇഫ് നമ്മൾ ഗാലക്സി S24 അൾട്ര വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു MDNIE, ദറ്റ് മീൻസ് മൊബൈൽ ഡിജിറ്റൽ നാച്ചുറൽ ഇമേജ് എന്ന് പറഞ്ഞൊരു ഇമേജ് എഞ്ചിൻ നമ്മുടെ ചിപ്പിൽ ഇംപ്ലിമെൻറ്റഡ് ആണ് നമ്മുടെ ഗാലക്സി S25 അൾട്രയ്ക്ക്. വിച്ച് എഫക്റ്റീവ്ലി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേയിലെ പവർ കൺസപ്ഷൻ കുറച്ചും കൂടെ കുറയ്ക്കും. ദറ്റ് മീൻസ് ബാറ്ററി കൺസപ്ഷൻ കുറച്ചും കൂടെ കുറയ്ക്കും. സോ ഒരു അപ്രോക്സിമേറ്റ്ലി 1 hour ബാറ്ററി എക്സ്ട്രാ S24 അൾട്ര വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ബാറ്ററി ഒരു 1 hour, എസ്പെഷ്യലി വീഡിയോ പ്ലേ ബാക്ക്, ദറ്റ് മീൻസ് മീഡിയ കൺസപ്ഷൻ, ദറ്റ് മീൻസ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഡിസ്പ്ലേ ആണല്ലോ. സോ ഡിസ്പ്ലേ യൂസ് ചെയ്യുന്ന അനുസരിച്ച് അത്രത്തോളം കുറവ്. അപ്രോക്സിമേറ്റ്ലി പ്യുവർ സ്ക്രീൻ ടൈമിൽ ഒരു വീഡിയോ പ്ലേ ബാക്കിനകത്തൊക്കെ ഒരു 1 hour ഒരു നോർമൽ യൂസറിനെ സംബന്ധിച്ച് അതിൽ കൂടുതൽ ബാറ്ററി ബാക്കപ്പ് എക്സ്ട്രാ കിട്ടും S24 അൾട്ര വെച്ച് നോക്കുമ്പോൾ. ആൻഡ് നെക്സ്റ്റ് ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ അതേപോലെ നല്ല വ്യത്യാസമുണ്ട്. 45 watt അഡാപ്റ്ററാണ് ചാർജിങ് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത് വേഴ്സസ് ഇവിടെ നമുക്ക് 90 watt ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 15 watt വയർലെസ് ചാർജിങ് ആണെങ്കിൽ നമുക്ക് ഇവിടെ 30 watt വയർലെസ് ചാർജിങ് ഉണ്ട്. പിന്നെ 4.5 watt റിവേഴ്സ് വയർലെസ് ചാർജിങ് അവൈലബിൾ ആണ്. ഓക്കെ, ഇതിങ്ങനെ നോക്കുവാണെങ്കിൽ S25 അൾട്രയാണ് പ്രൈസ് കൂടുതൽ ഒബ്വിയസ്ലി നമ്മുടെ Vivo X200 Proയേക്കാൾ നോക്കുമ്പോൾ. പക്ഷേ നിങ്ങൾ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി ആ ഒരു ഏരിയയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് X200 Pro ആയിരിക്കും നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് ഒരു വാല്യൂ ഫോർ മണി. പക്ഷേ നിങ്ങൾക്കൊരു ഓവറോൾ ഫോൺ വേണം, ദറ്റ് മീൻസ് വിച്ച് ഈസ് ബെസ്റ്റ് ഇൻ ഗെയിമിംഗ്, ബെസ്റ്റ് ഇൻ ക്യാമറ ആൻഡ് ഓവറോൾ യൂസർ എക്സ്പീരിയൻസ് അടിപൊളിയായിരിക്കണം, അത്യാവശ്യം കുറേ നാൾ യൂസ് ചെയ്യും. ദെൻ S25 അൾട്ര വിൽ ബി എ സോളിഡ് ചോയ്സ് എന്ന് ഞാൻ പറയും. പക്ഷേ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയാണ് നിങ്ങളുടെ മെയിൻ, എസ്പെഷ്യലി പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി ആ ഒരു സെഗ്മെൻറ്റ് ആണ് കാര്യം. പിന്നെ നിങ്ങൾ എക്സ്ട്രാ ഒരു എന്താണ് കളർ ഗ്രേഡോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾ ഒരു ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം റെഡി എടുക്കുന്നു, ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു, ആ ഒരു മൈൻഡ് സെറ്റാണ്. ഒബ്വിയസ്ലി X200 Pro ഒരു സോളിഡ് ചോയ്സ് ആയിരിക്കും. അല്ലെങ്കിൽ ഐ വുഡ് പിക്ക്, പിന്നെ വാല്യൂ ഫോർ മണി ആയിട്ടും X200 Pro തന്നെ ആയിരിക്കും ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതാണ് നമ്മുടെ ഗാലക്സി S25 അൾട്ര വേഴ്സസ് നമ്മുടെ Vivo X200 Pro ബേസിക് കമ്പാരിസൺ. സോ ഗൈസ്, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. സൈനിങ് ഓഫ്, ഇറ്റ്സ് ഫോൺ മാനിയ.